എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ എമ്പുരാൻ എന്ന സിനിമയുടെ 6ാം ദിവസത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനും ആദ്യ 5 ദിവസത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള കേരള വേൾഡ് ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മാർച്ച് മാസം 27-ാം തീയതി കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. ആ ദിവസം മുതലേ മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ ഇപ്പോൾ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ കേരള വേൾഡ് ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 14,07,00,000, രണ്ടാം ദിനം 8,45,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 3-ാം ദിനം 9,02,00,000, 4-ാം ദിവസമായ ഞായറാഴ്ച ചിത്രം 11,01,00,000 ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. 5-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10,52,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 53,07,00,000 എത്തിയിരിക്കുകയാണ്. ഇതോടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയായി ഇതിനോടകം തന്നെ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ സംബന്ധമായ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 26,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, ഓവർസീസിൽ നിന്ന് മാത്രം ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം 121,30,00,000 എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓവർസീസിൽ നിന്ന് മാത്രം ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ ഷെയർ കളക്ഷൻ 50 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ 5 ദിവസത്തെ ചിത്രത്തിന്റെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, 5-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിൽ 26,02,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അങ്ങനെ ആകെ വേൾഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 5 ദിവസം കൊണ്ട് 201,08,00,000 എത്തിയിരിക്കുകയാണ്. അതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമയുടെ ഇതിനോടകം തന്നെ പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ വേൾഡ് ഷെയർ കളക്ഷൻ 90 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ചിത്രം ഈ വീക്കെൻഡോടെ തന്നെ വേൾഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് ചിത്രത്തിന്റെ ഷെയർ കളക്ഷൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എമ്പുരാൻ എന്ന സിനിമയുടെ ഇന്നത്തെ കേരള വേൾഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് വൈകിട്ടോടെ പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ 6ാം ദിവസമായി ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, നിലവിൽ 2,546 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ചിത്രത്തിന്റെ കേരള ഗ്രോസ് ഇതിനോടകം തന്നെ 7,49,00,000 എത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 8 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 60 കോടി കടക്കുന്നതാണ്. 61 കോടിയിലേക്ക് ചിത്രത്തിന്റെ 6 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷനും എത്തപ്പെടുന്നതാണ്. അതേസമയം എമ്പുരാൻ എന്ന സിനിമയുടെ വേൾഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിൽ 201 കോടി രൂപയ്ക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയതെങ്കിൽ, 6-ാം ദിവസമായി ഇന്ന് ചിത്രത്തിന്റെ വേൾഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 15-20 കോടി റേഞ്ചിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിൽ 220 കോടി 225 കോടി റേഞ്ചിലേക്കും എത്തപ്പെടുന്നതാണ്. ഈ വീക്കെൻഡോടെ ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിൽ 250 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.